എല്ലന്മാർക്ക് അടുത്തൊരു ഉത്തരവാദിത്തത്തിലേക്ക് കിടക്കുകയാണ് ഭഗവാൻ കാഴ്ച ഭഗവാന്റെ അനുവാദത്തോടു കൂടി. ചാണക്യനെ നമ്മൾ അറിയണം, സുഭാഷ് ചന്ദ്രബോസിനെ നമ്മൾ അറിയണം, നമ്മുടെ ഒരു വലിയ നേരത്തെ പറഞ്ഞ ചോളന്മാരുടെ ചരിത്രം നമ്മൾ അറിയണം, വീരപുരുഷന്മാരെ അറിയണം. നമ്മുടെ സ്പിരിച്വാലിറ്റീനെ ഒരു മാസാക്കി മാറ്റണം. അപ്പോഴത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചേരുള്ളൂ. ഇത് ഞാൻ ചെയ്യുന്നത് അവര് തന്ന പ്രാർത്ഥന ഭഗവാന്റെ മുമ്പിൽ വെക്കുക മാത്രം ചെയ്യണത്. ഭഗവാൻ ഒപ്പിട്ടാൽ അവർ രക്ഷപ്പെട്ടു. പക്ഷെ ഇന്ന് ഞാൻ എന്റെ VRS അപേക്ഷ കൊടുത്തു. 34 കൊല്ലമായി ഞാൻ ജോലി ചെയ്ത് തുടങ്ങിയിട്ട്. അതായത് ഏതൊരാള് ജോലി ചെയ്യണമെങ്കിൽ കൂടുതൽ ജോലി ചെയ്തു. നമ്മുടെ സുല്ലേട്ടന്റെ ഇന്ത്യ ലൈവ് നന്നായിട്ട് അദ്ദേഹം വ്യക്തമായി കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ തത്വം വഴി. നമസ്കാരം. നമ്മളിപ്പോ യാഗത്തെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് കുറെ ഒരു സസ്പെൻസ് കൂടി ഉണ്ടല്ലോ. നമ്മുടെ ചാനല് LMRKയുടെ ചാനല് എന്താണ് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? LMRK അടുത്തൊരു ഉത്തരവാദിത്തത്തിലേക്ക് കിടക്കുകയാണ് ഭഗവാൻ കാഴ്ച ഭഗവാന്റെ അനുവാദത്തോടു കൂടി. കാരണം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറെ ഉണ്ട്. ഒരു പൊതു ഇടത്തിൽ പറയാനുണ്ട്. അത് പറയുക മാത്രമല്ല, അതിലേക്ക് ആൾക്കാരെ ആ വഴിയിലൂടെ സഞ്ചരിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ചെറുപ്പക്കാർക്ക് അവർ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ട്. അതിന്നൊക്കെ മാറ്റി അവര് നമ്മുടെ ദേശസ്നേഹത്തിന്റെ വഴിയിലേക്ക് എത്തിക്കണം. നമ്മുടെ രാഷ്ട്രത്തില് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മള് ചാണക്യനെ നമ്മൾ അറിയണം, സുഭാഷ് ചന്ദ്രബോസിനെ നമ്മൾ അറിയണം, നമ്മുടെ ഒരു വലിയ നേരത്തെ പറഞ്ഞ ചോളന്മാരുടെ ചരിത്രം നമ്മൾ അറിയണം, വീരപുരുഷന്മാരെ അറിയണം. നമുക്കുള്ള ഒരു സംസ്കാരമുണ്ട്, ആത്മീയ സംസ്കാരം, അത് അവരറിയണം. ഈ ആത്മീയത എന്ന് പറയുമ്പോൾ നേരെ പോയി വയസ്സായ ആൾക്കാർക്ക് അവസാനം അതായത് റിട്ടയർമെന്റ് കഴിഞ്ഞ് ആത്മീയത ആഘോഷമാക്കണം. നമ്മൾ ആത്മീയത ഏത് രീതിയിലേക്ക് വേണം നമ്മൾ ഉപയോഗിക്കണം. ആത്മീയത ആഘോഷമാക്കിയാലാണ് കൂടുതൽ ആൾക്കാരിൽ അത് എത്തിച്ചേരുള്ളൂ. അത് കാടിനും കൂടി പറയാം. നമുക്കിത് ഒരു സിനിമ അവാർഡ് പടമായിട്ട് എടുക്കാം, മാസ് പടമായിട്ട് എടുക്കാം. അവാർഡ് പടം തെറ്റൊന്നുമല്ല, നല്ലതാണ്. അതിൽ കാമ്പുള്ള ഒരു കാര്യം പറയും. പക്ഷെ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരില്ല. പക്ഷെ മാസ് പടത്തിൽ അതേ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിലെത്തും, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചേരും. അത് അതാണ് ചില സൂപ്പർ സ്റ്റാറുകൾ ചില ഡയലോഗുകൾ പറയുമ്പോൾ അത് ഉള്ളിലേക്ക് ചെന്ന് കേറും. അങ്ങനെ ആ ഒരു നമ്മുടെ സ്പിരിച്വാലിറ്റീനെ ഒരു മാസാക്കി മാറ്റണം. അപ്പോഴത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചേരുള്ളൂ. നമ്മുടെ LMRK ആ ഒരു സ്റ്റൈലിലാണ് ഭഗവാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആത്മീയതയും ദേശീയതയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ആർക്കും ഒരു നിയന്ത്രണങ്ങളും ഇല്ല. ഭക്ഷണം നിയന്ത്രിക്കണം എന്ന് പറയാറില്ല. അങ്ങനെ ഒരു നിയന്ത്രണങ്ങളും ഇല്ലാണ്ട് നിങ്ങൾ വന്ന് ഭഗവാന് വേണ്ടി ഡ്യൂട്ടി ചെയ്യേ. നിങ്ങൾ എത്ര വ്രതം രാജ്യത്തിന് വേണ്ടി ഡ്യൂട്ടി ചെയ്യുക, എത്ര വ്രതം എടുക്കണം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അത് അതിനൊരു സുഖം അനുഭവിക്കുക. നമ്മള് ഈ ദേശീയതയിൽ പറയുന്ന കൂട്ടത്തിൽ നമ്മള് പലർക്കും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നാൾ നിശബ്ദമായിരിക്കായിരുന്നു എന്ന് നേരത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു. പക്ഷെ ഇത് ദിവസം ഒരു 50-100 പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് നമുക്ക് ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവുന്ന എത്രയോ കാര്യങ്ങൾ നമ്മൾ അവരിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിവിധപരമായ ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. അവരെനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ വിളിക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം കണ്ടെത്താനാണ് അവർ വിളിക്കുന്നത്. അവർക്കൊരു ആശ്വാസം, എവിടെയെങ്കിലും ഒരു വെളിച്ചം ജീവിതത്തില് അത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ നമുക്ക് മെസ്സേജ് അയക്കണത്. നമ്മൾ അവിടെ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഇത് എന്റെ കഴിവുകൊണ്ടല്ല, ഇത് ഞാൻ ചെയ്യുന്നത് അവര് തന്ന പ്രാർത്ഥന ഭഗവാന്റെ മുമ്പിൽ വെക്കുക മാത്രം ചെയ്യണത്. ഭഗവാൻ ഒപ്പിട്ടാൽ അവർ രക്ഷപ്പെട്ടു. ഒപ്പിട്ടില്ലെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എന്റെ കഴിവല്ല. നമ്മൾ അതിന് ഒരു ക്രെഡിറ്റ് ഞാൻ എടുക്കാറില്ല. ഞാൻ ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യണ ആള് എന്നുള്ള ലെവലിൽ ഒരു പ്രൈം മിനിസ്റ്റർക്ക് അയാൾക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഒരാള് ഒരു ഫയൽ കൊണ്ട് ഒപ്പിടാൻ പറഞ്ഞാൽ ചിലപ്പോ ഒന്ന് സ്നേഹത്തില് നോക്കി എത്ര തിരക്കടയിൽ നോക്കി. അങ്ങനെ ഭഗവാൻ ഒപ്പിട്ട് കൊടുത്ത എത്രയോ ആൾക്കാരില് ജീവിതത്തിൽ എത്രയോ ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അവിടെ ഒന്നും ഞാൻ എന്റെ ക്രെഡിറ്റ് എടുക്കാറില്ല, നിമിത്താണ്. അവരെനിക്ക് താങ്ക്സ് പറഞ്ഞിട്ട് എന്നെ വിളിക്കാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്. ഞാൻ അവരോട് പറയണത് ഭഗവാന്റെ അനുഗ്രഹം, സന്തോഷം. ഇതിനപ്പുറം ഞാനൊരു വാക്കുപോലും പറയാറില്ല. ഒരു രൂപ പോലും ഒരാളുടെ ഇതും മേടിക്കാറുമില്ല. ഞാൻ ചെയ്യുന്നത് നേരത്തെ ഭഗവാന്റെ ഡ്യൂട്ടിക്കാണ് സഹായം ചോദിക്കുക, അല്ലാണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിലൊന്നും ഞാൻ പറയാറില്ല. ഇത് എത്രയോ കുടുംബങ്ങളിൽ നിന്ന് ചേരുന്നു.
എത്രയോ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ചെന്ന് ചേരുന്നു. ആ ഒരു പാത കൂടി LMRKക്ക് ഉണ്ട് ഇതിന്റെ ഒപ്പം തന്നെ. അത് എങ്ങനെ പറയാന്നറിയില്ല. നമുക്ക് കാലത്ത് തൊട്ട് വരുന്ന ഓരോരുത്തരുടെ പ്രശ്നങ്ങളും അവരുടെ വിഷമങ്ങളും അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളും നമ്മളോട് പറയുമ്പോൾ അവർക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ആശയുണ്ട്. എവിടെയെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു പോകും, ഭഗവാൻ സഹായിക്കുന്നുള്ളു. അവിടെ നമ്മൾ ഒരു മനുഷ്യ സ്നേഹി എന്നുള്ള ലെവലില്, ഒരു സഹജീവി എന്നുള്ള ലെവലില്, ഈ നമ്മുടെ യൂണിവേഴ്സിൽ ജീവിച്ച, ഈ ഭൂമിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും മിനിമം കർത്തവ്യമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, എന്റെ പ്രാർത്ഥന ഉണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, ആ ആശ്വാസം വലിയൊരു അപ്പുറാണ്. ഒരാൾ കുട്ടി വയ്യാണ്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ ഒരു മകൻ വയ്യാണ്ടിരിക്കുമ്പോ അമ്മ വന്നിട്ട് തലോടിയിട്ട് മോനെ പേടിക്കേണ്ട, അമ്മയുണ്ട് മോന്റെ കൂടെ എന്ന് പറയുമ്പോൾ ആ മകന് കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ. അതേപോലെ ഒരാള് നമ്മളോട് എത്രയും വിഷമത്തോടു കൂടി നമ്മുടെ അടുത്ത് വരുമ്പോ പേടിക്കേണ്ട കേട്ടാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഭഗവാനോടെന്ന് പറയുമ്പോൾ കിട്ടുമ്പോൾ ഒരു ഊർജ്ജം, ഒരു ഉഷാർ ഇതുണ്ട്. അതിലാണ് അവർക്ക് കാര്യം നടക്കുമ്പോൾ ഭഗവാൻ സഹായിക്കുന്നത്. ചില ആൾക്കാർ പറയും ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ മീഡിയേറ്ററുടെ ആവശ്യമില്ല, വേണ്ട, അല്ലാത്തൊരു വേണ്ട, നേരിട്ട് പ്രാർത്ഥിച്ചു. ആരവിടെ കഴുത്തിൽ കത്തിയെന്ന് വെക്കണില്ല, തോക്കൊന്നും വെക്കണില്ലല്ലോ. അങ്ങനെയുള്ളവർ അങ്ങനെ പ്രാർത്ഥിച്ചോ? അല്ല, നിങ്ങൾക്കൊരു സഹായം എൻ്റെ കയ്യിൽ നിന്ന് വേണം, എൻ്റെ ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങളുടെ ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട്, എനിക്ക് ജീവിതത്തിൽ അത് കിട്ടിയൊരു വലിയൊരു സന്തോഷമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ എത്രയുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ പ്രാർത്ഥന ഭഗവാന്റെ മുമ്പിൽ വെക്കുന്നത്. അത് ആ ജീവിതത്തിൽ കിട്ടുമ്പോൾ എത്രയോ ആൾക്കാർ അതിന് ശേഷം നമ്മുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അറിയോ. എത്രയോ രാജ്യങ്ങളിൽ നിന്ന് വിളിക്കുന്നുണ്ട് അറിയോ. അതിങ്ങനെ ഏത് രാജ്യത്തായാലും, ഞാൻ ഒരു പുസ്തകത്തിൽ ഒരു വാചകയുണ്ട്, ഞാൻ എപ്പോഴും യാത്ര പോകുമ്പോ മിക്കത് ഹോട്ടലുകളിലെ ഏറ്റവും മുകളിലത്തെ ഒരു ഹൈറ്റുള്ള ഒരു റൂമിലാവും താമസിക്കാം. മിക്കത് ചില്ല് ജനാലകളാവും ഫുള്ള്. അപ്പൊ ഞാൻ രാത്രി 10-10 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വെറുതെ അവിടെ പോയി ഇരിക്കും, ഒരു കസേര ഇട്ടിട്ട്. അപ്പൊ ഇങ്ങനെ റോഡ് ഇങ്ങനെ കടക്കണ്ടാവും. ഈ റോഡിൽ കൂടെ ഇങ്ങനെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. ബൈക്കിൽ പോണവര്, കാറിൽ പോണവര്, നടന്നു പോണവര്. 10 കഴിഞ്ഞ് 12 മണി, 1 മണി, 2 മണി, 1 അപ്പോഴേക്കും അത് റോഡ് വിജനായി വളരെ കുറവ്. പക്ഷെ ഈ സമയം മുഴുവൻ അവിടെ ഇരിക്കും. ഞാൻ ആലോചിക്കുന്ന അറിയാം, ആ കാറിൽ പോകണോ എങ്ങോട്ട് പോകണമായിരിക്കും. ചിലവര് ഹോസ്പിറ്റലിൽ ആരെങ്കിലും വയ്യാണ്ട് കിടക്കണം, അവര് സഹായിക്കാൻ പോണമായിരിക്കാം. ചില ആൾക്കാർ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടൊന്ന് കുളിച്ച് കടന്നുറങ്ങിയാൽ മതി എന്ന് വിചാരിക്കണം. ചിലവര് പബ്ബിലേക്ക് 2 അടിക്കാന്ന് പറഞ്ഞ പോണവരായിരിക്കും. അങ്ങനെ അതായത് പല വികാരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് അവര്. അത് ഞാൻ ഡൽഹിയിൽ പോയാലും, ചെന്നൈയിൽ പോയാലും, മോസ്കോയിൽ പോയാലും, പെർത്തിൽ പോയാലും, ലണ്ടനിൽ പോയാലും, ടോക്കിയോയിൽ പോയാലും ഇതേ വികാരങ്ങളാവും എല്ലാവർക്കും ഉണ്ടാവുക. ആൾക്കാരുടെ രൂപം മാത്രമേ മാറുന്നുള്ളൂ. വികാരം എല്ലാവർക്കും സെയിമാണ്. മനുഷ്യന് അപ്പൊ ആ വികാരങ്ങളിലൂടെയാണ് മനുഷ്യരെ ലോകത്തെ എവിടെയുള്ളവരും ജീവിക്കണത്. ആ ജീവിക്കുമ്പോ ഏതെങ്കിലും സമയത്ത് അത് നമ്മൾ ഒന്ന് ബ്രേക്കായി പോകും. നമുക്ക് എങ്കിലും പോകാൻ പറ്റാത്തൊരു ലെവലിലേക്ക് പോകുന്ന ചില സിറ്റുവേഷനിൽ വരും. അവിടെയാണ് ആൾക്കാര് ചുറ്റും പരതുക, എങ്ങനെ നമ്മൾ ഇതിന്ന് രക്ഷപ്പെടാം. ആ ഒരു പരതലിന്റെ ഒരു വെളിച്ചം എവിടെയെങ്കിലും കാണുമ്പോഴാവും നമ്മളെ നോക്കി, LMRK നോക്കി ആൾക്കാർ വരിക. അവർക്ക് വേണ്ടി 101% ആത്മാർത്ഥത്തോടുകൂടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതിന്റെ റിസൾട്ട് കിട്ടിയ ആൾക്കാർ നമ്മുടെ കൂടെ, ഞങ്ങളും ഉണ്ട് ഒപ്പം ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ആകെ ഇതിലുള്ളത് വിഷമമുള്ളത്, എനിക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളത്. സമയം യാത്ര കാരണം നമ്മൾ ജോലിക്ക് പോണ ഒരാളാണ് ഞാൻ, ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണത്. പിന്നെ ഈ ഭവന ഡ്യൂട്ടികൾ ചെയ്യണം, യാത്രകൾ ചെയ്യണം. അങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ, യാത്രകളുടെ ഇതും എന്റെ ഡ്യൂട്ടിയുടെ കൊണ്ട് നമ്മളൊരു വല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ പോണത്. ഹെൽത്തിനെ വരെ അത്. പക്ഷെ ഇനി ഞാൻ എന്റെ VRSന് അപേക്ഷ കൊടുത്തു. 34 കൊല്ലമായി ഞാൻ ജോലി ചെയ്ത് തുടങ്ങിയിട്ട്. അതായത് ഏതൊരാള് ജോലി ചെയ്യണമെങ്കിൽ കൂടുതൽ ജോലി ചെയ്തു. 34 കൊല്ലം ജോലി ചെയ്ത് ഞാൻ VRSന് അപേക്ഷ കൊടുത്തു. VRS ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇലക്ഷൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടും. പിന്നെ പൂർണ്ണമായി ഇറങ്ങാണ്, LMRKക്ക് ഇറങ്ങാണ്. അവിടെ ഈ ആൾക്കാരെ മുഴുവൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ കൂടുതൽ ഫ്രീ ആണ്. അപ്പൊ കൂടുതൽ ആൾക്കാരിലേക്ക് അടുത്ത് എത്തിപ്പെടാൻ പറ്റും. അപ്പൊ കൂടുതൽ ഭഗവാന്റെ ഡ്യൂട്ടികൾ ചെയ്യാൻ പറ്റും. ആ ഫ്രീയുടെ സമയത്താണ് ഭഗവാന്റെ അനുഗ്രഹത്തെ LMRK ചാനൽ വരുന്നത്. കൂടുതൽ ജനങ്ങളോട് സംവദിക്കാൻ പറ്റും.
കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇതൊരു ന്യൂസ് ചാനലായിട്ടാണ് വരുന്നത്. നമുക്ക് ഇന്റർനാഷണൽ ന്യൂസുകള്, നാഷണൽ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച്, കാരണം എല്ലാവർക്കും മെയിനായിട്ടാണ് ജിയോ പൊളിറ്റിക്സ്. ജിയോ പൊളിറ്റിക്സിന്റെ ഉള്ളുകളികളെ കുറിച്ച്, നാഷണൽ ന്യൂസുകളെ കുറിച്ച്, കേരളത്തിലെ ന്യൂസുകളെ കുറിച്ച്, ഇത്ര ന്യൂസ് ചാനൽ നമുക്കറിയാം. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ചില അജണ്ടകൾ വെച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ചില അജണ്ടകൾ വെച്ചിട്ട് അജണ്ടകളിലൂടെയാണ് വാർത്തകൾ അടങ്ങുന്നത്. പക്ഷെ യൂട്യൂബ് ചാനൽ, സോഷ്യൽ മീഡിയ വന്നതോടുകൂടി അതിനൊരു കുറെ മാറ്റം വന്നു. കാരണം അറിവ് ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല പല സ്ഥലത്തുനിന്നും കിട്ടി തുടങ്ങുമ്പോൾ അതിന്റെ ഉള്ളുകളികൾ മനസ്സിലാക്കി തുടങ്ങി, കാണിച്ചു തുടങ്ങി. ഈ സൈഡ് മാത്രമല്ല മറ്റേ സൈഡും ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി. അത് ഭംഗിയായിട്ട് ഈ അടുത്ത കാലത്ത് യൂട്യൂബ് ചാനലുകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ. അപ്പൊ ആ ഒരു ഭംഗിയായിട്ട് അത്രയും ചാനൽ ചെയ്യുന്ന നമ്മുടെ സുല്ലേട്ടന്റെ ഇന്ത്യ ലൈവ് നന്നായിട്ട് അദ്ദേഹം വ്യക്തമായി കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ തത്വമയി, അതേപോലെ നമ്മുടെ ബിജുവിന്റെ ന്യൂസ് ഭാരത്. അപ്പോ അങ്ങനെ ഭംഗിയായിട്ട് ചെയ്യുന്ന ചാനലുകൾ, ധനുഷിന്റെ രസമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോ അങ്ങനെ ഒരു എന്താ പറയാ ചാനലിന്റെ ഒരു സംസ്കാരം ഇപ്പോ ന്യൂസ് ചാനലുകളിൽ വന്നു തുടങ്ങി. അവിടേക്കാണ് നമ്മൾ അതേ സംസ്കാരം കൊണ്ട് ഇറങ്ങിച്ചെല്ലാൻ പാടുന്നത്. നമ്മുടെ നമ്മുടെ നാഷൻ ഫസ്റ്റ്, ദേശീയത, അത് വെച്ചാണ് നമ്മുടെ ചാനലിലേക്ക് മുന്നോട്ട്. അപ്പൊ നമ്മുടെ ഒരു ഏരിയ ജിയോ പൊളിറ്റിക്സ് ഉണ്ടാവും, സാധാരണ ചർച്ചകളുണ്ടാവും, ഡിസ്കഷൻസ് ഉണ്ടാവും. അത് നമ്മുടെ പ്രധാനപ്പെട്ട അതിഥികളെ കൊണ്ടുവന്നിട്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കാം. കാരണം ഇപ്പൊ ഞാനാണ് പോണത്. നമ്മുടെ അതിഥികളെ വിളിച്ച് അവർക്ക് പറയാനുള്ള അവരുടെ അറിവ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഒരുപാട് പ്രോഗ്രാംസ്, എന്താ പറയാ, നമ്മുടെ ചരിത്ര പുരുഷന്മാരെ പരിചയപ്പെടുത്തി കൊടുക്കാം. സയൻസിനെ കുറിച്ചിട്ട്, സയൻസ് മിസ്റ്റിക്സ് ഇതിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം എന്റെ ചെറിയ കുട്ടികൾ പല വീടുകളിൽ പോകുമ്പോൾ എന്റെ പുസ്തകമൊക്കെ അവര് കുറെ പേര് വായിച്ചിട്ടുണ്ട്. അവര് എന്നോട് ചോദിക്കുന്നത് മറ്റു കാര്യങ്ങളൊന്നും അല്ല, ഞാൻ ജിയോ പൊളിറ്റിക്സ് അതില്ല, ഫോർത്ത് ഡയമെൻഷൻ എന്താണ്, മറ്റേ അതിന്റെ പ്രത്യേകതകൾ എന്താണ്, മിറർ യൂണിവേഴ്സ് എന്താണ്, ഇതിനെ ഇത്ര ഒരു ഏരിയകളെ കുറിച്ച് ചോദിക്കുന്ന എത്ര ചെറിയ കുട്ടികൾ, അതായത് 10 വയസ്സ് 12 അങ്ങനെയുള്ള കുട്ടികളുണ്ടാവും. അവര് കൂടുതൽ അന്വേഷിക്കുന്നത് എന്റെ ഈ പുസ്തകത്തിലും ഞാൻ പറഞ്ഞതിന്റെ ഈ ഭാഗങ്ങളാ. അപ്പൊ അതിന്റെ അറിവുകൾ നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് നല്ല ആൾക്കാരെ കൊണ്ട്, നമുക്ക് നല്ല ജേർണലിസ്റ്റുകളെ വെക്കുന്നുണ്ട്, നല്ല അവതാരകരുണ്ടാവും, നല്ല ക്യാമറ ടീം ഉണ്ടാവും. നമ്മള് സ്റ്റുഡിയോ നമ്മൾ ചെയ്യേണ്ട സെറ്റപ്പ് ചെയ്തിട്ടാണ്, വലിയൊരു സെറ്റപ്പിലാണ് ഇപ്പൊ വരുന്നത്. നമ്മളത് സ്റ്റുഡിയോ നമ്മൾ തൃശ്ശൂർ അന്നേരം ഒരു ഓഫീസ് എടുത്തിട്ട് സ്റ്റുഡിയോ ചെയ്തിട്ട് ഒരു 5-6 വീഡിയോ ദിവസം വരുന്ന രീതിയിൽ നമ്മളത് ചെയ്യാൻ പോകണം. അതിന്റെ ഒപ്പം തന്നെ തമിഴ് ചാനലും നമ്മൾ തുടങ്ങുന്നുണ്ട്. കാരണം തമിഴ് ആൾക്കാർക്ക് ഈ അടുത്ത കാലത്ത് ഭയങ്കര ഒരു വിഷമം, കുറെ പേർക്ക് വിഷമം എന്നൊരു പരിഭവം. പണ്ട് ഞാൻ എപ്പോഴും അവരുടെ കൂടെ ആയിരുന്നു, എപ്പോഴും സംസാരിക്കുക. ഇപ്പൊ നമ്മുടെ തിരക്കുകൊണ്ട് എത്താൻ പറ്റുന്നില്ല. അപ്പൊ അവർക്ക് നമ്മളോട് പരിഭവമായി, നമുക്ക് കുറച്ചും കൂടി നമ്മളും വേണം, ഒപ്പം വേണം, ഞങ്ങളുടെ കൂടെയും വേണം. മലേഷ്യയിലേക്ക് എപ്പോഴും വിളിക്കണ്ടേ, ഓസ്ട്രേലിയക്ക് വിളിച്ചിട്ട് പോകാൻ പറ്റാറില്ല. ഈ അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല. സിംഗപ്പൂർ ഞാൻ പോയിരുന്നു ഈ അടുത്ത്. അപ്പോ ഇവിടെ നിന്ന് എത്തിപ്പെടില്ല തമിഴ് വിഭാഗത്തിന്റെ അടുത്ത്. അപ്പൊ അവർക്ക് സംവദിക്കാൻ വേണ്ടിയിട്ടൊരു ചാനൽ. അപ്പൊ എന്റെ ഇന്റർവ്യൂ അതിൽ ചെയ്യാൻ പറ്റും തമിഴില്. അപ്പൊ കൂടുതൽ അവരായിട്ട് ബന്ധപ്പെടാം. അപ്പൊ തമിഴ്, പിന്നെ ഒപ്പം നമ്മളൊരു ഇംഗ്ലീഷ് ചാനൽ കൂടി തുടങ്ങുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മെമ്പർമാര് തന്നെയാണ് വീഡിയോസ് ഇടുന്നത്, ഡൽഹിയിലുള്ളവര്. അത് അവരുടെ ഓഫീസാക്കിയിട്ട് അത് അവരുടെ ഫുൾ എഫർട്ടിലാണ് അത് ചെയ്യുന്നത്. മറ്റേ തമിഴിലാണ് ചെന്നൈയിൽ വെച്ചാണ് തമിഴ് ഇത് വരുന്നത്. അതിൽ മലേഷ്യയിൽ നിന്നുള്ള വീഡിയോകൾ അവർ തരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു 3 ഭാഷയിലും കൂടി നമ്മള് എന്റെ പുസ്തകം വായിച്ച് ഇറക്കിയപ്പോ മലയാളം, തമിഴ്, ഇംഗ്ലീഷ് ഒരുമിച്ച് ഇറക്കിയ പോലെ ഇത് 3 ലാംഗ്വേജിൽ ഒരുമിച്ചാണ് വരുന്നത്. അപ്പോ അതിന്റെ ഒരു തയ്യാറെടുപ്പുകളാണ് ഇപ്പൊ നിൽക്കണത്. അതിന്റെ പേരിടണം, പേരുകൾ ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ പേരുകൾ സെലക്ട് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതിന് സോർട്ട് ചെയ്തിട്ട് മുരുകാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് അതിനൊരു പേര് നമ്മൾ മലയാളത്തിനും തമിഴിനും ഇംഗ്ലീഷിനും എടുക്കും. അത് നമ്മൾ അടുത്തൊരു ഒരു 2 ആഴ്ച കഴിഞ്ഞുള്ള ഒരു വീഡിയോയില് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറയാം. അതിനു മുമ്പൊക്കെ അപ്പൊക്കെ നമ്മുടെ സ്റ്റാഫുകളൊക്കെ എടുക്കണ പ്രോസസ് ആവും. അത് കഴിഞ്ഞാൽ നമ്മൾ ഏപ്രിൽ തൊട്ട് നമ്മളൊരു ട്രയൽ റൺ ആരംഭിക്കാം. കാരണം ഇലക്ഷൻ വരെയാണ്, ഒരുപാട് ആൾക്കാർ ന്യൂസ് കേൾക്കണ സമയമാണ്. അതോടൊപ്പം ജിയോ പൊളിറ്റിക്സിന്റെ അതിന്റെ ഏറ്റവും
ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അതിന്റെ ന്യൂസ് അപ്പൊ ഏപ്രിൽ Updates തൊട്ട് ഉള്ള നമുക്ക് ആ ഒരു ട്രയൽ റണ്ണായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, ഈ ന്യൂസുകൾ കവർ ചെയ്യുകയും ചെയ്യാം. ഉം. മെയ് 1 യാഗത്തിൽ വെച്ചിട്ട് നമ്മൾ പൂജിക്കും, പ്രാർത്ഥിക്കും, ഭഗവാൻ അനുവാദം തേടും. ആ എനർജി ആഗ്രഹത്തോടുകൂടിയിട്ട് തന്നെ നമ്മള് ഇറങ്ങണം. ഭഗവാൻ സഹായിച്ചിട്ട് ഇറങ്ങും. അതെ, അതെ. മെയ് 10 മെയ് 1 അവിടെ പൂജ കഴിഞ്ഞ് മെയ് 10 തൃശ്ശൂര് വെച്ചോ ഗുരുവായൂർ വെച്ചോ ഒരു ചടങ്ങ് നടത്തിയിട്ട് ആ ചടങ്ങിൽ വെച്ച് ചാനലിന്റെ ഇനോഗ്രേഷൻ ഔദ്യോഗികമായിട്ട് ചെയ്യാം. അതിന് മുമ്പ് ട്രയൽ റൺ ഏപ്രിൽ തൊട്ട് തുടങ്ങും. അതെ. മെയ് 10 തൊട്ട് നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. അടിപൊളി. അങ്ങനെ ഒരു എന്താ പറയാ ഒരു അടുത്തൊരു എല്ലാവരും പറഞ്ഞ പോലെ വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് ആണ്, എല്ലാവരും തയ്യാറാണ്. ഞാൻ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് എനിക്ക് ഇനി ഭഗവാന്റെ ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങാൻ പറ്റും. കാരണം ഇനി 3 കൊല്ലം കൂടി ഉണ്ടായിരുന്നു സർവീസ്, പക്ഷെ ഓടി എത്തണില്ല. ലീവൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2 മാസത്തെ ലീവ് എടുക്കാൻ പോയപ്പോ ഞെട്ടിപ്പോയി. ആകെ ഉള്ളത് 10 ലീവ് ബാക്കിയുള്ളത്, ഒക്കെ കഴിഞ്ഞു. അവസാനം 2 മാസം സാലറി ഇല്ലാത്ത ലീവ് എടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. വീട്ടുകാരെന്താ പിടിച്ച് അറിയില്ല. അപ്പൊ പക്ഷെ നമ്മളൊരു ദൗത്യം ഏറ്റെടുത്ത എന്റെ ഒരു എന്താ പറയാ ഒരു നമ്മുടെ കർമ്മം ഭഗവാൻ എന്നെ അങ്ങനെയാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. മറ്റേ ഒരു പടത്തിൽ ചോദിക്കും മമ്മൂട്ടി ഡിറ്റർമിനേഷന്റെ അർത്ഥം അറിയോ, ആ ഒരു വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയതാണ്, ഭഗവാൻ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് അതിൽ ഇറങ്ങി പുറപ്പെട്ട 100% ഇറങ്ങാണ്. നല്ലൊരു ടീം നമുക്കുണ്ട്. എനിക്ക് നമ്മുടെ എല്ലാമാർക്കും ആൾക്കാരോട് ഈ ചാനല് നിങ്ങളുടെ ചാനലാണ്, എന്താ പറയാ, നിങ്ങളാണ് ചാനലിന്റെ ആൾക്കാര്. ഓരോരുത്തരും ആ ചാനല് സ്വന്തം ചാനലായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കാറുണ്ട്. നിങ്ങള് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ കൂടെ. എനിക്കിപ്പോ അതില് ഒരു കാര്യം പറയണെന്ന് വെച്ചാൽ, ഈയിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപരിചിത, എനിക്ക് അപരിചിതനായ വ്യക്തി, ജിക്കും അപരിചിതനാന്ന് തോന്നുന്നു, ആള് വരുന്നു, പിന്നെ അനുഗ്രഹം മേടിക്കുന്നു, പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ ഒരു സംസാരം എന്നുള്ളത്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ സംസാരിച്ചിരുന്ന ആ കാര്യത്തില് ആ ഒരു നമ്മളെന്തോ ഒരു സംഭവം തേടി ഇറങ്ങിയതാണ്, വീട് തപ്പി ഇറങ്ങിയതാണ് ഓഫീസിന്റെ. അപ്പൊ ഈ വ്യക്തി വന്നിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ സംഭവം എന്റേതായിട്ടുള്ളൊരു പങ്ക് അവിടെ ഞാൻ കാണിക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ ഞാനത് ഉൾപ്പെടേണ്ടതല്ലേ എന്നുള്ളത് അയാളുടെ ഒരു സംരംഭമായി മാറി. പിന്നെ അത് അത്രയും ആത്മാർത്ഥതയോടെയാണ്. എനിക്ക് തോന്നുന്ന ആളൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനൊക്കെ തോന്നുന്നുണ്ട്. അതെ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകൻ. അയാള് പിന്നെ അയാളുടെ ജോലി തന്നെ ഇതാക്കിയിട്ട് മാറ്റി വെച്ചുകൊണ്ട് ഇതാണ് എനിക്ക് ഇമ്പോർട്ടന്റ്, ഇതാണ് എനിക്ക് വേണ്ടത്, അങ്ങനെ ഒരു ശരിക്കും ഒരു ആർമി. അതാണ് ഞാൻ പറയേണ്ടത്, ഒരു ആർമിയാണത്. അത് അറിയാലോ നമ്മള്. എനിക്ക് അദ്ദേഹത്തിന്റെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. മെസ്സേജ് നമ്മൾ പരിപാടിക്കൊക്കെ വന്നിട്ടുണ്ട്, നമ്മളെ ശ്രദ്ധിക്കില്ലല്ലോ തിരക്കില്ല. നമ്മൾ സംസാരിക്കുമ്പോ നമ്മൾ അറിഞ്ഞിരുന്നില്ല, അതിന്റെ തൊട്ടപ്പുറത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം എന്നെ കണ്ടപ്പോ ഇറങ്ങി വരികയാണ് ചെയ്തത്. കാര്യം അറിഞ്ഞപ്പോ പിന്നെ അതിനു വേണ്ടി ഇതാണ് എന്താ പറയുക, ഇതാണ് എന്റെ ഭാഗ്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനൊരു ടീം ഉണ്ടാവണതാണ്. എവിടെയോ ലോകത്തിന്റെ എവിടെയൊക്കെ ഇരിക്കുന്ന കുറെ ആൾക്കാര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഇറങ്ങാന്ന് പറഞ്ഞാൽ അതിലും വേദം അതിലും വലിയൊരു കാര്യം. അത്ഭുതപ്പെടുത്തുന്ന ആ എല്ലാമാർക്കടെ ആൾക്കാരുടെ മുമ്പിലാണ് നമ്മൾ ചാനൽ കൊണ്ടുപോണത്. അവരത് ഏറ്റെടുത്തോളും, അവരത് ഏറ്റെടുത്തോളും, അവര് തന്നെ അത് കൊണ്ടുപോക്കോളും, അവര് തന്നെ അതിന് ശക്തിയും ചാലക ശക്തിയായിട്ട് വർക്ക് ചെയ്യും. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് വീഡിയോയില് പറയാം. നമ്മളതിന് കുറെ പ്ലാൻ ഉണ്ട്. നമ്മൾ അതിന് ആ ചാനലിൽ എങ്ങനെ, അതിന്റെ വീഡിയോസ് എങ്ങനെ, അതിനൊരു ഗ്രൂപ്പ് ആരംഭിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അടുത്ത വീഡിയോസ് ആയി പറയാം. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് തുടങ്ങണത്. അതിന് പവറും ശക്തി ഉണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞ എല്ലാമാർക്ക് ടീമിന്റെ ഒരു ഒത്തൊരുമയും അതിന്റെ നിശ്ചയദാർഢ്യം ഉണ്ടാവും. അതിന്റെ ശക്തി നമുക്ക് പറയാനുള്ളതും ചെയ്യാനുള്ളതും ഒക്കെ ഏറ്റവും ശക്തിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോ എല്ലാം ഭഗവാന്റെ അനുഗ്രഹത്തില് എല്ലാം നന്നായി പോകാൻ സാധിക്കട്ടെ. ഞങ്ങളെല്ലാവരും ആ ചാനലിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതെ, എല്ലാവരും ഒപ്പം വേണം. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, എന്നെ വിളിക്കുന്ന ആൾക്കാർ, നിങ്ങൾ എത്രത്തോളം വിഷമസ്ഥിതിയിൽ നിന്നാണ് എന്നെ വിളിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ ഫോൺ മറുപടി എല്ലാവർക്കും മറുപടി കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ മറുപടി കണ്ടിട്ടുണ്ടെങ്കിലും മറുപടി കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. അത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ അതിന്റെ ഡെപ്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് സ്റ്റേജിൽ നിന്നാണ് ഓരോരുത്തർ വിളിക്കണേന്ന് എനിക്ക് മനസ്സിലാവാം. കാരണം ഞാനൊരു സഹജീവി സ്നേഹിയാണ്. ഒരു മനുഷ്യന് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയണത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും
നല്ലൊരു പവിത്രമായ കാര്യമാണ്. കാരണം ഒരു സഹജീവിക്കോ അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹിക്കോ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവരെന്ത് വിചാരിക്കുക, അവ എങ്ങനെയെങ്കിലും അല്ല, അങ്ങനെ ചിന്തിക്കാത്ത ഏതൊരു മനുഷ്യനും വേറെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അറിയാം, നമുക്കൊരു പരിചയമില്ലെങ്കിലും ഉള്ളിലെങ്കിലും പറഞ്ഞ പോലെ ലോകാസമസ്ത സുഖിനോ ഭവന്തു അല്ലേ. അത് മാത്രം ഞാൻ ഭാരതം നന്നാവട്ടെ, ബാക്കി ലോകമൊക്കെ പിന്നെ നോക്കാം. പക്ഷെ ഞാൻ ഇവിടെ ഉണ്ട്, സഹായിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ഭാരതത്തിന് വേണ്ടി മുരുകന്റെ ഭക്തരായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികൾ ചെയ്യാം. അദ്ദേഹത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. ഓക്കെ, നന്ദി ജി. ജയ് പഴനിയാണ്ടവ, ജയ് ഭാരത്. ഓക്കെ.